എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം സമാരംഭം. താർമകൾ കൻപുള്ള തത്തേ വരികടോ, താമസശീലമകറ്റേണം ആശുനേ. രാമദേവൻ ചരിതാമൃതം ഇന്നിയുമാമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ, പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്കൂ. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനി അകമ്പുക്കു വന്നിതു സൗഖ്യം ജനത്തിന്നു രാഘവൻ തന്നുടെ. നാനാ ഗുണഗണം കാൺകയാൽ വന്നിതു സൗഖ്യം ജഗത്തിന്നു രാഘവൻ തന്നുടെ. നാനാഗുണഗണം കാൺകയാൽ. ശ്രീരാമചന്ദ്രൻ ഭാർഗവന്റെ ദർപ്പം അഹങ്കാരത്തെ ശമിപ്പിച്ച് ജാനകിയോടൊപ്പം അച്ഛനമ്മമാരോടൊപ്പം സഹോദരന്മാരോടും ഭാര്യമാരോടുമൊപ്പം അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നു. അയോധ്യ നിവാസികൾ വളരെ ഹാർദമായിട്ടാണ് ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ചത്. തുടർന്ന് അയോധ്യയിൽ ലക്ഷ്മി സമേതനായ നാരായണൻ സീതാസമേതനായ രാമചന്ദ്രനായി ഭവിച്ച് വാണരുളുമ്പോൾ സന്തോഷത്തോടെ ഏവർക്കും അനുഗ്രഹം പകരുമ്പോൾ 14 ലോകങ്ങൾക്കും അയോധ്യാവാസികൾക്ക് മാത്രമല്ല 14 ലോകത്തിലെയും ഓരോരുത്തർക്കും അത്യധികം സന്തുഷ്ടി ഉണ്ടാവുന്നു എന്ന് അധ്യാത്മരാമായണം സൂചിപ്പിക്കുന്നു. ഈ സമയത്താണ് മഹാമുനി നാരദൻ ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടി വന്നെത്തുന്നത്. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവനങ്കജ നാശനവന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ട് അന്തഃപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ
വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായി അതികോമളൻ ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കം അലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിവ കൗസ്തുഭ കന്ധരൻ പ്രാലേയഭാനു സമാനനയാസമം ലീലയാ താംബൂല ചർവണാദിർ അനുവേലം വിനോദിച്ചരുളുന്ന നേരം അനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. ശ്രീരാമചന്ദ്രൻ പ്രിയ പത്നിയോടുമൊപ്പം വളരെ സുഖത്തോടെ വളരെ സൗഖ്യത്തോടെ അയോധ്യയിൽ വാഴുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാന്റെ സ്ഫൂർത്തി അവതാരമെന്ന് കേളിക്കേട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ജ്ഞാനത്തിന്റെ പ്രകാശം തീർത്ഥം പകരുന്ന മഹാമുനി നാരദൻ ശ്രീരാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് വന്നെത്തി. ഓം വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദ പങ്കേറുകം കണ്ടുകൊള്ളുവാനതിദുർലഭം നിർണയം. ഇവിടെ മഹാമുനി നാരദനെ ശ്രീരാമചന്ദ്രൻ ഹാർദമായി എതിരേൽക്കുകയാണ്. അങ്ങയുടെ ആഗമന ഉദ്ദേശം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങയെപ്പോലുള്ള മഹത്തുക്കളുടെ ദർശനം ദുർലഭമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്നെ അറിയിക്കണം എന്ന് വളരെ വിനീതനായി ശ്രീരാമചന്ദ്രൻ നാരദമാമുനിയോട് പറയുമ്പോൾ നാരദമാമുനി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിയാം. എന്തിനാണ് അങ്ങ് ഈ സാധുവിനെ മോഹിപ്പിക്കുന്നത്? ഭൂമിയിൽ ദുഷ്ടന്മാരായ രാക്ഷസന്മാരുടെ ശല്യം വർദ്ധിക്കപ്പെട്ടപ്പോൾ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം പൂണ്ട് ബ്രഹ്മദേവന്റെ അരികിൽ ചെന്ന് സങ്കടമുണർത്തിച്ചപ്പോൾ ബ്രഹ്മ രുദ്രാദികളാൽ ദേവതമാരാൽ സ്തുതനായ അങ്ങ് ഭൂമിയിൽ ശ്രീരാമചന്ദ്രനായി അവതരിച്ചതാണ് എന്ന് ഞാൻ അറിയുന്നു. അങ്ങ് ഇവിടെ ഭാര്യാസമേതം ആനന്ദിച്ചു വിനോദിച്ചിരുന്നാൽ മതിയാവില്ല. അങ്ങയുടെ അവതാര ഉദ്ദേശത്തെ സഫലീകരിക്കുന്നതിനു വേണ്ടി അങ്ങ് അടുത്ത ഘട്ടത്തിലേക്ക്, തന്റെ അവതാര ഉദ്ദേശത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം എന്ന് നാരദൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. ശ്രീരാമചന്ദ്രൻ നാരദമാമുനിയെ സ്നേഹത്തോടെ കടാക്ഷിച്ചിട്ട് പറയുന്നു, നാരദമാമുനെ, കാര്യങ്ങൾ മാറി മറിയുവാൻ ഇനി താമസം വേണ്ട. അടുത്ത ദിവസം തന്നെ ഞാൻ ഈ അയോധ്യയിൽ നിന്ന് കാനനത്തിനായി പോകും. ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ കളമൊരുക്കുകയാണ് അടുത്ത ദിവസം തന്നെ എന്ന് നാരദമാമുനിയെ അറിയിക്കുന്നു. തൻ്റെ അവതാര ഉദ്ദേശത്തെ പൂർണ്ണമാക്കാം എന്ന്, ദുഷ്ടനിഗ്രഹം ചെയ്തു കൊള്ളാമെന്ന് ഉറപ്പുകൊടുക്കുകയും ചെയ്യുകയാണ്.
ഒരുവൻ എത്രയെത്ര സുഖലോലുപതയിൽ അഭിരമിച്ചാലും ഓരോ ജന്മത്തിനും ഒരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ഓരോരോ തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശത്തെ സഫലീകരിക്കുവാൻ നാം വിധേയമായേ മതിയാവൂ എന്ന് ശ്രീരാമചന്ദ്രൻ ഇവിടെ നമ്മളെ നാരദനിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജന്മസാഫല്യത്തെ, ജന്മോദ്ദേശത്തെ കണ്ടറിഞ്ഞ് അതിൻ്റെ സഫലതയെ നേടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ശ്രീരാമചന്ദ്രൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.